ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ എറണാകുളം വരെ ഒന്ന് പോവാണ്. എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് ആണ്. പാച്ചുവിൻ്റെ എൻഗേജ്മെൻ്റ് ആയി കേട്ടോ. ഞാനത് ബാക്കി വിശേഷങ്ങളൊക്കെ യൂട്യൂബിൽ കൂടെ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഡ്രസ്സ് എടുക്കണം. ജയലക്ഷ്മി പോകണം, പിന്നെ മലബാർ ഗോൾഡിൽ പോകണം, റിങ് എടുക്കണം. അങ്ങനെ ചെറിയൊരു ചിന്ന ഷോപ്പിങ്. ആർക്കും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പം അച്ഛനും അമ്മയ്ക്കും കണ്ണുചേട്ടനും പാച്ചുവിനും ഒക്കെ എടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ഷോപ്പിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമല്ലോ. ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടില്ല, കൊല്ലത്താണ്. ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ മോർണിംഗിൽ. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. ഞങ്ങൾ ആലപ്പുഴ വഴിയാണ് പോയത്. അപ്പോൾ ഒരു ട്രാവൻകൂർ പാലസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറിയേ. നല്ല ആംബിയൻസ് ആകട്ടോ, ഫോട്ടോഷൂട്ടിനും ഒക്കെ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയോ. ടയർഡായിപ്പോയി, കുറച്ച് ബ്ലോക്കൊക്കെ ആയിരുന്നു. പിന്നെ രാവിലെ എണീറ്റതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കോഫിയും ടീ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ജസ്റ്റ് ജ്യൂസേ ഉള്ളായിരുന്നു ഇവിടെ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു തറവാടല്ലേ, ഒരു കൊട്ടാരം വൈബാകട്ടോ. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട്. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. പിന്നെ കുറേ പ്രാവൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ശരിക്കും അവിടെ നിന്ന് ചെന്നാൽ നല്ല രസമാണ്. പോകാൻ തോന്നില്ല, ഏതോ വീട്ടിലൊക്കെ ചെന്ന പോലെ ഒരു ഫീലുണ്ടായി. ഞങ്ങൾ രാവിലെ ചെന്നുകൊണ്ട് അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തും പുറത്തും ഒക്കെ നല്ല ലൊക്കേഷനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മലബാർ ഗോൾഡിലോട്ട് ആദ്യം പോയത്. റിങ് എടുക്കണമായിരുന്നു പാച്ചുവിന്. അപ്പോൾ നമ്മൾ റിങ് ഇങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കുവാണ്. കറക്റ്റ് സൈസ് ഉള്ളത് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു മേക്ക് ചെയ്യാൻ കൊടുക്കാമെന്ന്. മേക്ക് ചെയ്യാനൊരു 1 മന്തൊക്കെ എടുക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് 1 മന്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ ഇട്ട് നോക്കുവാണ്. അമ്മ എടുത്തതിൻ്റെ ഏകദേശം ആ ഒരു ടൈപ്പാണെങ്കിൽ ഒരുപോലെ ഇരുന്നോളല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ അതുപോലത്തെ തന്നെയാണ് നോക്കിയത് കേട്ടോ. അപ്പോൾ നമ്മളത് മേക്ക് ചെയ്യാനൊക്കെ കൊടുത്തു. സൈസൊക്കെ വെച്ച് മേക്ക് ചെയ്യാൻ കൊടുത്തു. ജസ്റ്റ് സിമ്പിളായിട്ടൊരു ബാൻഡ് റിങ് എടുത്തേക്കുന്നത്. ഡെയിലി അല്ല, നമുക്ക് എപ്പോഴും ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും, ഒരുപാട് ഡിസൈൻസ് ഉള്ളതൊക്കെ എടുത്താൽ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു റിങ് എടുത്തത്. പിന്നെ കണ്ണച്ചേട്ടന് അന്നേരം ഒരു വാച്ച് വേണമെന്ന് പറഞ്ഞു. വാച്ചൊക്കെ നോക്കി. ഇടാനാണോ അതോ അന്നേരത്തെ ഒരു ഇതിനാണോന്ന് അറിയത്തില്ല. വാച്ച് ഉണ്ട്, പക്ഷേ ഇടത്തില്ല. പക്ഷേ എന്നാന്ന് അറിയത്തില്ല. അവിടെ ചെന്നപ്പോൾ ആൾക്ക് വാച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വാച്ചൊക്കെ നോക്കി. ഒരു 10,000 സംതിങ് എന്തോ ഒരു റേറ്റ് വരുന്ന ഒരു വാച്ചാണ് കേട്ടോ. ബ്ലാക്കാണ് ആൾക്ക് ഇഷ്ടം. അപ്പം എൻഗേജ്മെൻ്റൊക്കെ വരുമ്പം ഇടാമല്ലോ എന്ന് വെച്ച് ഞങ്ങൾ അങ്ങനെ ഒരു വാച്ചും എടുത്തു. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് മലബാർ ഗോൾഡിലോട്ട് പോയത്. അവിടെ ഒരു 1 അവറൊക്കെ എടുത്തുള്ളൂ. മേക്ക് ചെയ്യാനൊക്കെ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ജയലക്ഷ്മിയിലോട്ട് കയറുവാണ്. ജസ്റ്റ് ഡ്രസ്സെല്ലാം അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ള ഡ്രസ്സ് എടുക്കണം. ഞങ്ങൾ 3 പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വാട്സപ്പിൽ കാണിച്ചു കൊടുത്താട്ടോ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, എറണാകുളത്ത് വരുമ്പോൾ ജസ്റ്റ് ജയലക്ഷ്മിയിലേക്ക് ഒന്ന് കയറാം, നോക്കാം, നല്ല സെലക്ഷൻ കാണുമല്ലോ എന്ന് വെച്ചാൽ ജയലക്ഷ്മി ചൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. 4 മണി ആകാറായി. ശരിക്കും ഒരു റൂമിൽ നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ? ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് എടുത്ത് ഇട്ടേക്കുന്നതല്ല കേട്ടോ. ഞങ്ങൾ ആദ്യം അമ്മയ്ക്കാണ് നോക്കിയത്. കാരണം അമ്മയുടെ വാട്സപ്പൊക്കെ റെഡിയായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസ് ഇടുമ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറയാമെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് ആദ്യം നോക്കി. അമ്മ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് കസവുള്ളതൊന്നും വേണ്ട, ബോർഡർ ഉള്ളത് വേണ്ട, സിമ്പിളായിട്ട് തോന്നിക്കുന്ന കുറച്ചൊരു ലുക്കും ഉള്ളത് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മയ്ക്ക് വയലറ്റ്, ബ്ലൂ ഇതൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ വാട്സപ്പിൽ അയച്ചു കൊടുത്തപ്പോൾ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇതെടുക്കാം, ഇത് അമ്മ എടുത്താൽ നല്ലതായിരിക്കും. കാരണം ഒരുപാട് കസവോ പട്ടോ അങ്ങനെ ഒരു ബോർഡർ ഒന്നും വരുന്നില്ല, സിമ്പിളായിട്ട് തോന്നിക്കും. ആ ഒരു ഗ്രീനാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഗ്രീൻ ബ്ലൗസ് വരുമ്പം നല്ലതായിരിക്കും, ഫോട്ടോസിനൊക്കെയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങൾ 3 പേര് വിചാരിച്ചെന്നാൽ അമ്മയ്ക്ക് അത് എടുക്കാം. അങ്ങനെ അത് മാറ്റി വെച്ചു. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സാരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ആ റെഡ് വരുമ്പോൾ കുറച്ച് ഓവറായിട്ടിരിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് അത്രയും വരത്തില്ല, പക്ഷെ നേരിട്ട് നല്ല റെഡായിട്ടാണ് ഉണ്ടാണി.
അപ്പോൾ ബാക്കി ഫുൾ ബോഡി ഒരു ഡിമ്മായിട്ടിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അപ്പം അതുകൊണ്ട് ആ സാരി എടുത്തില്ല. വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ആയിരുന്നു ആ സാരിയും കൂടി എടുക്കായിരുന്നു. പിന്നെ പാച്ചുവിനും എനിക്കുമൊക്കെ ബാക്കി പിന്നെ നോക്കി. അമ്മയ്ക്കുള്ള സാരി ഏകദേശം ഫിക്സായി. കൊള്ളാം, പക്ഷേ ഫോട്ടോയ്ക്കകത്ത് കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുക. പിന്നെ ഞങ്ങൾ പാച്ചൂര് നോക്കാൻ പോയി കേട്ടോ. പാച്ചൂര് ഞങ്ങൾ നോക്കുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതാണ്. അമ്മുവിൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞങ്ങൾ നോക്കുന്നത്. അതായത് ഗ്രീൻ ഇങ്ങനെ ജസ്റ്റ് നോക്കുന്നത്. പക്ഷേ അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടുമില്ല. പിന്നെ അത് മാച്ച് ആവുന്നില്ല. പിന്നെ ഞങ്ങൾ വെച്ചു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇട്ടാലോ. അപ്പം അമ്മുവിനോട് ചോദിച്ചപ്പോൾ അതും സെറ്റ് ആകാത്ത പോലെ തോന്നി. കാരണം എല്ലാവരും ഇങ്ങനെ വാട്സപ്പിൽ ഇരിക്കുക കേട്ടോ. ഞങ്ങൾ 3 പേരല്ലേ ഷോപ്പിങ്ങിന് വന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അത് സെറ്റ് ആകാത്ത പോലെ തോന്നി. അങ്ങനെ ഈ ഒരു ഡ്രസ്സും നമ്മൾ ചൂസ് ചെയ്തില്ല. പിന്നെ ജുബ്ബ ടൈപ്പ് സിമ്പിളായിട്ടുള്ളത് എൻഗേജ്മെൻറ്റ് ഇടണം ആയിരുന്നു പാച്ചുവിൻ്റെ ഇഷ്ടം. ഒരുപാട് ഓവറാക്കുക ഷർവാണി ടൈപ്പ് ഒന്നും എടുത്തില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് മുണ്ടും ഒരു ജുബ്ബ ടൈപ്പുള്ള ഒരു ഇത് ഞങ്ങൾ എടുത്തത്. ഇവിടെ എത്തി ഓരോന്ന് ഇടിപ്പിച്ച് നോക്കും. ചിരിപ്പിക്കുമായിരുന്നിട്ട് ഓരോന്ന്. ഇത് ഇച്ചിരി പാടാ കണ്ടുപിടിക്കാൻ, ടാസ്ക്കാണ്. ജെൻസിന് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞു. അത് എൻഗേജ്മെൻറ്റിൻ്റെ ജെൻസിന് ഡ്രസ്സ് എടുക്കാൻ വന്ന് ശരിക്കും പറഞ്ഞാൽ ടാസ്ക്കാണ് കേട്ടോ. എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ പിന്നെ എന്താ നമ്മുടെ ഡ്രസ്സിന് എങ്ങനെയാണോ അങ്ങനെ മാച്ചായിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അമ്മൂനോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ മാച്ചായിട്ടുള്ള എടുത്ത അവസാനം ഞങ്ങൾ ഇതങ്ങ് സെലക്ട് ചെയ്ത്. അതാകുമ്പം പോകും. അമ്മൂൻ്റെ ഡ്രസ്സ് ധാവണി ടൈപ്പാണ്. അപ്പോൾ ധാവണിക്ക് മാച്ചായിട്ട് ഈ ഒരു മുണ്ടും ജുബയും ഇങ്ങനെ ഓക്കെ ആയിരിക്കും ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ അത് ഞങ്ങൾ ഫിക്സ് ചെയ്തു. പിന്നെ അവിടുത്തെ ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നമുക്ക് എടുത്ത് തന്ന ചേച്ചി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ആളുടെ സജഷനൊക്കെ നമുക്കപ്പോൾ ഒരു ഐഡിയ കിട്ടി. അങ്ങനെ ആവും എന്ന കളർ കോമ്പിനേഷൻ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നു. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജെൻസിന്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ജെൻസിനൊരു കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജയലക്ഷ്മിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെഡ്ഡിങ്ങിനൊക്കെ. ലൂസല്ലേ മുണ്ടെടുക്കുമ്പോൾ അറിയത്തുള്ളൂ. അടുത്ത അതിലും വലിയ ടാസ്ക്കായിരുന്നു. കാരണം ചേട്ടൻ്റെ ഡ്രസ്സ് ശരിയാകുന്നില്ല. എൻ്റെ സാരിക്ക് മാച്ച് ചെയ്ത കളറേ കിട്ടുന്നില്ല. പിന്നെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ആൾ ഓരോന്ന് പറയും അത് ചേരത്തില്ല, ധ്യാൻ ശ്രീനിവാസനെ പോലെയൊക്കെ ഇരിക്കുന്ന ഇടത്തില്ല. ആൾ തന്നെ ആളെ ട്രോളുമായിരുന്നു. അപ്പം നമുക്കും തോന്നുന്നു ശരിയല്ലല്ലോ. പിന്നെ സാരിക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഷർട്ട് തന്നെ വേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു അത് ഓക്കെ ആ കുഴപ്പമില്ലെന്ന്. പക്ഷെ ആളൊട്ടും കംഫർട്ടബിൾ അല്ലാത്തപോലെ എനിക്ക് തോന്നി. ആൾക്കെപ്പോഴും കുറച്ച് ഡിസൈൻസൊക്കെ ഉള്ള ഷർട്ടൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ എൻഗേജ്മെൻറ്റ് നമുക്ക് കുറച്ച് വെറൈറ്റി ആകണമല്ലോ. ഇതാകട്ടെ ഞാൻ എടുത്ത സാരി ഒരു പിങ്ക് കളറായിരുന്നു. കുറച്ച് തിളക്കവും മിനുക്കും ഒക്കെ ഉള്ള ഒരു സാരിയാണ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് ഞാൻ കാണിക്കാം. ഇതിന് ഏകദേശം ഒരു 6000 സംതിങ് എന്തോ ഒരു റേറ്റ് വരുന്നൊരു സാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മൾ ഉടുത്തോണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇത്രയും ടൈമൊക്കെ ഉടുത്തോണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഇല്ലാത്തൊരു കളറായിട്ട് എനിക്ക് തോന്നി. എപ്പോഴും ഈ ഗ്രീനും വയലറ്റും ഒക്കെ എപ്പോഴും ഇടുന്നു. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. സാരി ഇഷ്ടപ്പെട്ട് ഒരു പിങ്ക് കളർ അല്ലേ, ഒത്തിരി ഇഷ്ടപ്പെട്ട്. എല്ലാവരും നല്ല ക്ഷീണിച്ച് മടുത്തിരിക്കുക. ഇനിയിപ്പം ഷോപ്പിംഗ് ഒന്നും ഇല്ല. കാരണം ഞാൻ എടുത്തിട്ട് പോവാണ്. എല്ലാം കൂടെ ഞാൻ മിക്സപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് 1 മന്ത് കഴിഞ്ഞപ്പോൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത്. ആ ബ്ലൗസാണ് സാരിയുടെ. എനിക്കിങ്ങനെ സ്കാൽപ്പ് ഇങ്ങനെ വെച്ചിട്ടുള്ള ഡിസൈൻസ് ഇഷ്ടമായിരുന്നു. ബാക്കിലൊരു വി ഷേപ്പാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പം ടൈലൊക്കെ ആ ഡിസൈനറുടെ ഒരു എന്താ പറയുക ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇതുപോലത്തെ ഒരു സ്കാൽപ്പിയുടെ ടൈൽ വെക്കാം, ചെറിയ ചെറിയ ബീഡ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഇടാം കേട്ടോ. റെഡി ആകുന്നതും സാരി ഫുള്ള് മേക്കപ്പും സെറ്റും എല്ലാം ചെയ്യുന്നെല്ലാം അടുത്ത വ്ളോഗിലായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ജയലക്ഷ്മിയോട് ഇപ്പം ടാറ്റ ഗുഡ് ബൈ പറയുവാണ്. ഷോപ്പിംഗ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് പോയി ചായയും കുടിച്ചു. വൈകുന്നേരമായി. ഇനി അവർക്ക് തിരിച്ച് കൊല്ലം വരെ പോകണം. ഞാനപ്പോൾ തിരിച്ച് ഓഫീസിലോട്ട് നാളെ തൊട്ട് ഓഫീസ് ഡ്യൂട്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്തു. എൻഗേജ്മെൻറ്റ് ഷോപ്പിംഗ് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ജയലക്ഷ്മിയോട് ടാറ്റ ഗുഡ് ബൈ പറയാം. ടാറ്റ.